ഹായ്. ഇന്ന് നമുക്കൊരു സെൽഫ് പാമ്പറിങ് ഡേ ആണ് ആക്ച്വലി. അപ്പൊ ഇന്ന് ഞാൻ വീക്കിലി നമ്മൾ കുറച്ച് സ്കിൻ കെയർ റുട്ടീൻസ്, ഹെയർ കെയർ റുട്ടീൻസ് ഒക്കെ ചെയ്യൂലേ, അപ്പൊ അതെന്തൊക്കെയാന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് മെയിനായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യണം, പിന്നെ കുറച്ച് സ്കിൻ കെയർ ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ചൊരു സെൽഫ് റിലാക്സ്ഡ്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കുമല്ലോ, അങ്ങനത്തെ ഒരു ദിവസമാണിത്. ആക്ച്വലി ടുഡേ സാറ്റർഡേ. ഞാൻ സാറ്റർഡേ ഓർ സൺഡേ ആണ് യൂഷ്വലി ഇത് ചെയ്യാറ്. ഞാൻ എൻ്റെ ഒരു അങ്ങനത്തെ ക്യാൻഡിൽ കുറച്ച് കത്തിച്ച് വെക്കാൻ പരിപാടിയുണ്ട്. നല്ല അടിപൊളി വാനില സ്മെല്ലാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കത്തിച്ച് വെച്ചൊന്ന് വൈബാക്കിയിട്ടാണ് ഇതൊക്കെ കൂടുതലും ചെയ്യാറ്. അപ്പം റൂം ഫുള്ളൊരു സ്മെല്ല് വരും. അപ്പം ഞാൻ ബ്ലാക്ക് ചാം ഓയിലാണ് ഇന്ന് ഓയിലിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഷാമ്പൂവിന് നമ്മുടെ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ഫെനുഗ്രീക്കിൻ്റെ ഒരു അടിപൊളി ഷാമ്പൂ ഉണ്ട് കേട്ടോ. ഡാൻഡ്രഫൊക്കെ നല്ലതുപോലെ മാറുന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടീഷണറായിട്ട് ബയോലോഗിൻ്റെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബോഡി സ്ക്രബിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എംകഫേൻ്റെ ഒരു അടിപൊളി ബോഡി സ്ക്രബാണ്. അത് ഞാൻ യൂസ് ചെയ്ത് തീർന്ന് ലാസ്റ്റ് ആയിരുന്നു ഞാൻ ഇന്നലെ യൂസ് ചെയ്തപ്പോൾ. പിന്നെ ഞാൻ നമ്മുടെ മോയ് ബൈ നൈക്കയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ എനിക്കൊരു ബോഡി വാഷ് അവർ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ബോഡി വാഷായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ഹവായ് റെമ്പയുടെ ഒരു കിഡില സ്മെല്ലുള്ളൊരു സംഭവം കേട്ടോ, അതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ നമുക്ക് ഫേഷ്യൽ ഹെയർസ് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂഷ്വലി അതിന് വേണ്ടിയിട്ട് നമ്മുടെ അലോവേര ഉണ്ടല്ലോ, നമ്മുടെ ഒറിജിനൽ നാച്ചുറൽ അലോവേര, അപ്പോൾ അതിൻ്റെ ജെല്ല് അത് കട്ട് ചെയ്ത് കുറച്ച് നേരം വെക്കും. അതിൻ്റെ ഒരു കറ പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മുഖം സ്ക്രബ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ റേസറല്ല ഫേഷ്യൽ റേസർ വെച്ചിട്ട് റിമൂവ് ചെയ്യും. ആക്ച്വലി അത് വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് ട്വൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ നിന്ന് ആ ഡെഡ് സ്കിൻസും കൂടെ ആയിരിക്കും ഇത് റിമൂവ് ആക്കുക. അപ്പം നമുക്ക് തന്നെ ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ സ്കിന്നിന് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലതുപോലെ റിമൂവ് ചെയ്ത് ആക്ച്വലി അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യണം, അല്ലെങ്കിൽ മുഖത്ത് നല്ല മുറിഞ്ഞ് ചോരയൊക്കെ വരും ഗൈസ്. ബൈ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കിപ്പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ ഇറ്റ്സ് മീ ഭാവന ഭൗമൻ ആൻഡ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യും. നമ്മുടെ നോർമൽ വാട്ടർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് തുടയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാമെന്ന്. സോ ആക്ച്വലി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ തന്നെ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ ഒരു ചാർക്കോൾ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഞാനത് മൂക്കി മാത്രമേ ഇട്ടുള്ളൂ, കാരണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിക്കോട്ടെ വെച്ച്. എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, ആക്ച്വലി വൈറ്റ് ഹെഡ്സ് ആണ് വരാറ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് റിമൂവ് ആക്കുമ്പോൾ നല്ല വേദന കാണും, പക്ഷേ സംഭവം കിഡിലാണ് കേട്ടോ. നമുക്ക് ആ ഒരു എടുക്കുന്നതിൽ തന്നെ കാണാൻ പറ്റും അത് ഫുള്ളി റിമൂവ് ആയിട്ടായിരിക്കും വരുന്നത്. ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർസും കൂടെ മിക്കവാറും വരും കേട്ടോ, പക്ഷെ ഞാനിതിപ്പം ആദ്യമേ തന്നെ റിമൂവ് ആക്കി കളഞ്ഞുവല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോക്സ് ടെയിലിൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതും ബ്ലാക്ക് ഹെഡ്സിനെയൊക്കെ തടയുന്നൊരു കിഡില മാസ്ക് ആണ്. അപ്പം അത് ഞാനിടും. ഇതിടുമ്പോൾ ഒരു കൂളിംഗ് സെൻസേഷൻ നമ്മുടെ ഫേസിന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിട്ടൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്ത് കഴിയുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ. നല്ലൊരു മാസ്ക് തന്നെയാണ് കേട്ടോ. ആക്ച്വലി ആ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ആക്ച്വലി, കാരണം ആ ഒരു ഡെഡ് സ്കിൻസും പിന്നെ ആ ഒരു ഫേഷ്യൽ ഹെയർസും കൂടെ റിമൂവ് ആക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് നല്ലൊരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കണമെന്നില്ല. അപ്പം അത് കഴിയുമ്പം നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലൂക്ക് വാം വാട്ടർ വെച്ചിട്ട് നമുക്കിത് റിമൂവ് ആക്കി കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനതിന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ എൻ്റെ നെയിൽസ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. അപ്പം നെയിൽ പോളിഷൊക്കെ കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ലാക്മേയുടെ നെയിൽ പോളിഷ് റിമൂവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ഇത് നെയിൽസ് എല്ലാം ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. ആക്ച്വലി പണ്ട് ഞാൻ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ടൊന്നും റിമൂവ് ആക്കാറില്ലായിരുന്നു. ഇത് എപ്പോഴാണോ പോകുന്നത് അപ്പോഴേ ഞാൻ നെക്സ്റ്റ് നെയിൽ പോളിഷ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് മനസ്സിലായി ആക്ച്വലി അതൊരു നല്ല പ്രാക്ടീസ് അല്ല ആക്ച്വലി, ബിക്കോസ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റീനെയൊക്കെ അത് കാണിക്കും, ഹൗ വി കെയർ അബൌട്ട് അവർ നെയിൽസ്. അപ്പം അതൊക്കെ അപ്പോൾ ഞാനതുകൊണ്ട് നെയിൽസൊക്കെ റിമൂവ് ആക്കിയിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ ഒരു റെഡ് നെയിൽ പോളിഷ് ഉണ്ട്, അപ്പം അതെടുത്തിട്ട് നെയിൽസൊക്കെ ഒന്ന് ചെയ്യാണ്.
എന്തായാലും ഈ മാസ്കിന് സമയം എടുക്കുമല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ. നോർമലി സെൽഫ് കെയർ ഡേ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് കൂടുതലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ അന്ന് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനുള്ള മൂഡേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പം ഞാനിതേ ചെയ്തുള്ളൂ. അപ്പോൾ എന്തായാലും സൈഡിലൊരു സിനിമയൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണല്ലേ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ് ആൻഡ് ദ റിഫ്രഷ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് നല്ലതുപോലെ മനസ്സിലാവും. സോ അതാ ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എന്തെങ്കിലും വീഡിയോസ് പ്ലേ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു എന്ന് സ്വന്തം ജാനി എന്ന് പണ്ടത്തെ ഒരു പ്രേതത്തിൻ്റെ സിനിമയുണ്ട്. അപ്പോൾ ഞാൻ അതാണ് കണ്ടുകൊണ്ട് ഈ നെയിൽ പോളിഷൊക്കെ ഇടുന്നത്. അപ്പോൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫേസ് മാസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഇനി എന്താ ചെയ്യാനുള്ള, എൻ്റെ ഡെയിലി ചെയ്യണ സ്കിൻ കെയർ കൂടെ ഉള്ളൂ ചെയ്യാൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ സെൽഫ് പാമ്പറിങ് ഡേ ആക്ച്വലി. പിന്നെ ഇന്ന് ഞാനിപ്പം ഫോക്സ്റ്റൈലിൻ്റെ ആ മാസ്ക് ഇട്ട് ചില ദിവസം ഞാൻ നമ്മുടെ നോർമൽ കടലപ്പൊടി ഉണ്ടല്ലോ അതിടാറുണ്ട്, കോഫി പൗഡർ, അതൊക്കെ നല്ല ടാൻ റിമൂവൽ റെമഡീസ് ആണ് കേട്ടോ. പിന്നെ മുൾട്ടാണി മിട്ടി ഇതൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ ചെയ്യാനുള്ള മൂഡ്. പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടു. പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം എൻ്റെ സെൽഫ് പാമ്പറിങ് ഡേ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ, ഞാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് പോകുന്ന വഴിയിൽ എനിക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അത് ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. അതെല്ലാവരും കണ്ടു മടുത്തിട്ടുണ്ടാവുമല്ലോ, എങ്കിലും ഞാൻ ചെയ്തേക്കാം. സ്കിൻ കെയർ റൂട്ടീൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ, പിന്നെ നോർമലി ഞാൻ കൂടെ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാനിത് കാണിച്ച് നിങ്ങൾക്ക് മടുത്തു എന്ന് എനിക്കറിയാം. എൻ്റെ അമ്മ തന്നെ പറയാറുണ്ട്, ഈ സ്പ്രേ എടുത്ത് മുഖത്തടിക്കുന്ന കാണുമ്പോൾ പുള്ളിക്കാരത്തേക്ക് പേടി വരാറുണ്ടെന്ന്. ആക്ച്വലി ഇത് ടോണറാണ് കേട്ടോ. അത് ശരിക്കും വേറെ ബോട്ടിലാണ് കിട്ടിയത്. ഞാനാണ് ഈ സ്പ്രേ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. കാരണം മറ്റേത് എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്പ്രേ ബോട്ടിൽ വെച്ചു ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പിന്നെ നോർമലി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ടോണർ, ഫേസ് മോയ്സ്ചറൈസർ, സിറം, പിന്നെ അത്ര ഇടുമ്പോഴേ എൻ്റെ സ്കിൻ കെയർ കഴിയാറുണ്ട്. മോർണിംഗ് ആണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും. മീൻസ് എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഞാൻ യൂഷ്വലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. വീട്ടിൽ നിൽക്കുമ്പോഴും യൂസ് ചെയ്യണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് ഇടാറില്ല. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ലിപ് ബാമും കൂടെ ഇടുമ്പോഴത്തേക്കും എൻ്റെ സ്കിൻ കെയർ ഇവിടെ കഴിയും. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ശരിക്കും പിന്നെ എനിക്ക് നെറ്റിയിൽ നല്ല ആക്നീസ് ഉണ്ടായിരുന്നു. ഞാൻ സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കതിൽ നിന്ന് നല്ല വിമോചനം കിട്ടിയത് ആക്ച്വലി. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റായിട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും ഓർക്കും ചെയ്യണമെന്ന്, പിന്നെ വിട്ടുപോകും. അപ്പം എന്തായാലും ഞാൻ ഇത് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്ത ഡിയോഡ്രൻറ്റ് ഇതാണ് കേട്ടോ. പക്ഷെ ഇതിലും നല്ല ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നിവ്യയുടെ ഡിയോഡ്രൻ്റ് ആണ്. വാനില സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വേറെ സ്മെല്ലായിട്ട് തോന്നുന്നു. എനിക്കെന്തും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ ലിപ് ബാം കൂടി ഇട്ടു. എൻ്റെ ഇന്നത്തെ സ്കിൻ കെയർ ഇവിടെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. വെയിറ്റ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആൻഡ് ഇറ്റ്സ് മീ ഭാവന ഭൗമൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെടാ, ബൈ.